ഇത്തിരിയും കൂടി തുണി മാറ്റിയേ കാണാറുള്ളൂ മൊബൈൽ മാസ്ക് യാത്ര ഇവന്റെ ഉണ്ട കണ്ണ് കണ്ടാൽ അറിയാം. നീയല്ലേ ഡ്രോൺ എറിഞ്ഞു വീഴ്ത്തിയ? ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ സാറേ. ഡ്രോണൊന്നും കണ്ടിട്ടും കൂടി ഇല്ല സാറേ. ആ ഡ്രോൺ പറത്തണ പയ്യന്റെ അമ്മ വന്നിട്ടുണ്ട്. മറികടാ മറ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കമ്മേ. മോൻ സമാധാനപ്പെടും, അമ്മ ശരിയാക്കാം. അമ്മയുടെ മുത്തല്ലേ ഡ്രോൺ കിട്ടിയില്ലെങ്കിൽ കാശെങ്കിലും തരാൻ അമ്മ വരൂ. പറയാം. അമ്മ പോയിട്ട് പോയിട്ട് വാ. ഇരിക്കൂ. നമസ്കാരം അമ്മേ. നമസ്കാരം സാറേ. എന്തിനാ സാറേ എൻ്റെ കൊച്ചിൻ്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത്? അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത്. സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചിലോട് കരച്ചില്ല. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ. അയ്യോ അമ്മേ, ഞാൻ പറത്തി വിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല. പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി. മനസ്സിലായില്ല സാറേ. അതായത് അമ്മ, നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡ്രോൺ പറത്തിവിട്ടത്. ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യ ദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു. അവനെ പൊക്കാനുള്ളൊരു സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു സാവകാശം എന്നൊക്കെ പറഞ്ഞ ഒരു 4 ആഴ്ച. അതൊരു മാതിരി തൈര് വർത്താനല്ലേ സാറേ. അതുവരെ എൻ്റെ ചെക്കൻ എന്താ ചെയ്യാ? അവനെ സാർ പോലീസിലെടുക്കോ? പറ സാറേ. പറഞ്ഞിട്ട് പോ സാറേ. ഇമ്മാതിരി തെറി പറഞ്ഞ നിന്റെ അമ്മച്ചിയെ നോക്കൂല, മുട്ടുകാലിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. പീറ്ററെ വണ്ടി എടുക്ക. അവന്റെ അമ്മയുടെ ഒരു കാറ്റാടി ഒരുമാതിരി പുളിച്ച തൈരായി പോയി. പിന്നെ വീട്ടിലാകെ സീനാണ്. 10-25 വരെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛൻ്റെ പ്ലാൻ. പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? എടി, ഒരു നിൽക്കക്കള്ളില്ലാണ്ടാണ് ഞാനീ നിൽക്കണേ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നാണ് നീ പറയണേ? നിനക്കത് വേണ്ടെന്നാണോ പറയണേ? എടി, അങ്ങനെയല്ല. നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. വേറൊരാൾക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. പോരെ? ശരി. ഇതുപോലെ നടക്കോ? നിങ്ങളെന്ത് കോണാത്തിലെ കുണ്ടയാണ് ഒരു കാര്യം പറഞ്ഞിട്ട്? എന്റെ ഗ്ലാഡു ആ കുംഭകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന്. കുംഭകുമാരൻ വരണ്ടേ? വഴിയിലും കാര്യം കാണാനില്ലോ. ഒക്കെ കൊറോണ ചത്തോ? ഈ പണ്ടാന്ന് തുറക്കാൻ പറ്റുന്നില്ല. എന്തായി കുമാര? ഗോസ ശർക്കര കലക്ക് 7 ദിവസം വയ്ക്കണം. 8-ാം ദിവസം വാറ്റാം. 8 ദിവസം ഞാൻ പിന്നെ ഇത് മാങ്ങാണ്ടി ഉണ്ടാക്കും. ഏതായി ചക്കൻ കുമാര ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ പച്ചോളം മറ്റേ മതിയാവൂലെന്ന്. ഗ്ലാഡു നല്ല മോനല്ലേ? കുറച്ച് നേരം മൊബൈലിരുന്ന് കുത്തിയെ. ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ. കുമാര അപ്പൊ ഒന്നും നടക്കില്ലേ? ഒന്നും നടക്കില്ല. മിനിമം എനിക്ക് 8 ദിവസം വേണം. റിട്ടയർമെന്റിന് മുമ്പെങ്കിലും സ്റ്റാർട്ട് ആകുമല്ലോ സാബു. സാർ ഇപ്പൊ ശരിയാക്കി തരാം. സ്റ്റാർട്ടിങ് ട്രബിളാ. ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് ഓരോ ബില്ലുമായിട്ട് വന്ന് താൻ കാശും മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ. സത്യം പറ സാബു, താനിട്ട് വല്ല പണി എടുക്കുന്നുണ്ടോ? അയ്യോ സാർ, സത്യമായിട്ടും പണിയാൻ തന്നെയാണ് സാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത്. ഇത് പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ടാണ്. അല്ല സാബു, ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ 1-1.5 മിനിറ്റ് കൊണ്ട് കത്തിത്തീരുന്ന സാധനമാണ്. അല്ലാതെ ആമസോൺ മരമൊന്നുമല്ല മാസങ്ങളോളം നിന്ന് കത്താൻ. ഈ കുന്തനാണ്ട് ഒന്ന് സ്റ്റാർട്ട് ആക്കും സാബു. എനിക്ക് ആ വലിയന്മാരെ പിടിക്കണം. ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കിട്ട് വരാം സാർ. എന്തെങ്കിലും ചെയ്യും. സാറൊന്ന് വണ്ടി എടുത്തേ. നിർത്താടാ, ചാടല്ലേ. എന്താടാ മുള്ളാനാണ്? സാറൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ.
എന്താ വലുമോനെ? എത്ര കാലായി സാറേ എങ്ങനെ അലയണേ, എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ സാറേ. ചേട്ടായി ഇത് നോക്കിയേ, ഇത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് നോക്കിയേ, റീസെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താണ്. അവൻ്റെ ലീക്കണ ഫുള്ള് കണ്ട പൊട്ടിച്ചടല. എൻ്റെ മനസ്സ് പറഞ്ഞ പൊട്ടിച്ചടലെന്ന്. എനിക്ക് അവനെ വേണം. കുമാര, എനിക്ക് ഇവനെ കിട്ടണം. ഇതാ ബാറി പറഞ്ഞ ചക്കന, എന്ത് വില കൊടുത്ത് എനിക്ക് കിട്ടണം. നമുക്ക് പൊക്കാൻ ഗോഡ്സ. പൊക്കണം കുമാര, അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിയിരിക്കണം. എടാ സാബു, ഞാനിപ്പോ FB യിൽ കണ്ട ഫോട്ടോ ഇത്. ധവാനോ? ധവാൻ തന്നെ. ഇപ്പൊ അടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയാ. ആ ഡേറ്റ് കണ്ടാ നീ? എന്റെ മനസ്സ് പറയുന്നു കുപ്പി ബാക്കി എവിടെ ഉണ്ടാവും. ഇവൻ ആനത്തടം തന്നെ അവന്റെ സ്ഥലം. നമ്മടാ സ്റ്റേഷനാ തൊട്ടടുത്ത്. കുപ്പി പൊക്കിയ നിന്റെ ജോലി പോകാതെ കഴിച്ചില്ലാക്കാൻ സാബു. എനിക്ക് വേണോടാ ഇവനെ, ഇവനെയും ഇവന്റെ കുപ്പിയും. ഏത് വഴിക്കാണെങ്കിലും ഇവനെ ഞാൻ പൊക്കിയിരിക്കും. പൊക്കണം, ഇല്ലെങ്കിൽ ജോലി പോവും. അവന്റെ കിടപ്പ് കണ്ടില്ലേ? കോണത്തിൽ കൊറോണ കാരണം പാറ്റൂലൊരു കുണ്ടിയില്ല. കുടി തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് എന്റെ പൊന്നേ. വിനുവല്ലേ? ഞാനുണ്ട്. ഇവനെന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്? നീ ഇതെവിടെ പോയതാ? വാറ്റ് കിട്ടുമോ നോക്കാൻ വന്നാറാ. എന്നിട്ടല്ലോ കിട്ടിയാ? അളിയൻ കുപ്പി തരില്ലെന്നറിയാം. 500 രൂപയ്ക്ക് ഒരു പെഗ്ഗെങ്കിലും താടാ. നിനക്ക് പെഗ് വേണോ ലിഫ്റ്റ് വേണോ? പെഗ്. ആ എന്നാ ഇവിടെ തന്നെ എന്നോ? ഇല്ലല്ലോ, ഞാനുണ്ട് ലിഫ്റ്റ്. ഓപ്ഷൻ ബി ലിഫ്റ്റ്. എന്റെ വിനു ഇറക്കി വിടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ആ പറയും. നീ എന്തൊരു വാണോടാ? നീ ഒരു മരവാണോ? നിന്റെ ഡ്രോൺ അടിച്ചുകൊണ്ട് പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും. ഇതാനത്തരം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ്. അയ്യോ, റോക്കറ്റ് വേണം. കൊറോണ പറയാനോന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ കർത്താവേ. അച്ചോ അച്ചോ ആ അച്ഛാ, അച്ഛനെങ്ങാനും കൊറോണ വന്നോ ഇനി? ആരത് ആ പാപ്പന? ആ ആ പാപ്പ കുർബാനൊന്നും ഇല്ല പാപ്പ, പള്ളിയൊക്കെ അടച്ചിട്ടിരിക്കുക. അതിന് ഞാൻ കുർബാനക്ക് വന്നതല്ല അച്ചോ. ഒരു ലേശം വൈനുണ്ടെങ്കിൽ തരണം. വൈനാ? എന്ത് വൈൻ? ബിഷപ്പ് വൈൻ. കയ്യും കാലും പറിച്ചിട്ട് പാടില്ല അച്ചോ, ഒരു തുള്ളി തരണം. അത് കലക്കി. വൈനും കീരൊന്നുമില്ല പാപ്പ, സ്ഥലം ഇടാൻ നോക്ക്. എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ, ഒരു ലേശം കൊണ്ടാ. പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ. പാപ്പ നിന്നിട്ട് കാര്യമില്ല, വൈനൊന്നുമില്ല. സ്റ്റാൻഡ് വിട്ട്, സ്റ്റാൻഡ് വിട്ട്. ഒരു ലേശം വൈനല്ലേ ചോദിച്ചുള്ളൂ. നമ്മുടെ കർത്താവ് വെള്ളം വീഞ്ഞാക്കിയവനല്ല അച്ചോ. ആ അത് ശരിയാണല്ലോ. താനേ ആ കിണറ്റുന്ന 2 ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പൊക്കോട്ടാ. ബാക്കിയുള്ള ഒന്നും ഒരു തുള്ളി കുടിച്ചിട്ട് ദിവസങ്ങളായി. അതിലിടയ്ക്കാ അയാളുടെ ബിഷപ്പ് പോയി.